നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPIM കാൽനട പ്രചരണ ജാഥ നടത്തി. സംസ്ഥാന ചെസ് ടൂർണമെന്റ് ഇരിങ്ങാലക്കുടയിൽ. വല്ലക്കുന്നിൽ വീട് തകർന്നു. വാർത്തകൾ വിശദമായി. ബസ് സ്റ്റാൻഡ് പണയപ്പെടുത്താനുള്ള മുനിസിപ്പൽ അധികാരികളുടെ തീരുമാനത്തിനെതിരെ LDF-ന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി നടന്ന കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം CPIM ഇരിഞ്ഞാലക്കുട ഏരിയ സെക്രട്ടറി ഉല്ലാസ് കളക്കാട്ട് നിർവഹിച്ചു. TK സുധീഷ്, KP ദിവാകരൻ മാസ്റ്റർ, മോഹന വാര്യർ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. ജൂൺ 18-ന് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. സെപ്റ്റംബർ 30-ന് ഗുജറാത്തിൽ വെച്ച് നടക്കുന്ന ദേശീയ ചെസ് ടൂർണമെന്റിന് മുന്നോടിയായി നടക്കുന്ന കേരള സംസ്ഥാന ചെസ് ടൂർണമെന്റ് അണ്ടർ-9 ജൂൺ 19, 20 തീയതികളിലായി ഇരിഞ്ഞാലക്കുട ജ്യോതിസ് കോളേജിൽ വെച്ച് നടക്കും. 19-ന് രാവിലെ 11 മണിക്ക് പ്രശസ്ത സിനിമാ താരം ഇന്നസെന്റ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ചെസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് AM ബാബു അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റും KSEയുടെ ജനറൽ മാനേജറുമായ ആനന്ദ് മേനൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. കാത്തലിക് സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സെബാസ്റ്റ്യൻ അമ്പൂക്കൻ, മുൻ ഇന്ത്യൻ താരവും ഇന്ത്യൻ ജൂനിയർ ടീമിന്റെ കോച്ചുമായ TJ സുരേഷ് കുമാർ, TMS നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. 20-ന് വൈകിട്ട് നഗരസഭാ ചെയർമാൻ MP ജാക്സൺ സമ്മാനദാനം നിർവഹിക്കും. 14 ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് എന്ന് ജോസ് ചിറ്റിലപ്പള്ളി, പീറ്റർ ജോസഫ്, KK ചന്ദ്രൻ, PR സ്റ്റാൻലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വല്ലക്കുന്നിൽ പുനർനിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു വീണു. ഇന്നലെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. കന്നിമൽ സണ്ണിക്ക് പള്ളി നിർമ്മിച്ചു നൽകിയ വീടാണ് തകർന്നു വീണത്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സണ്ണി. അപകടം നടക്കുമ്പോൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല. വീട് പൂർണ്ണമായും തകർന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.